നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ക്ലാസ് തന്നെയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫിനാൻഷ്യൽ കോഡ് പൊതുവെ ഇത്തിരി പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയാറുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട, നമുക്കറിയാലോ, പുസ്തകം ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ ഇത് എഴുതുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പം അങ്ങനെ സഹായിക്കണമെങ്കിൽ, പുസ്തകം നമ്മളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പുസ്തകത്തിൽ കണ്ടന്റ് പേജ് ഉണ്ട്. ആ കണ്ടന്റും പേജ് നമ്പറും, കണ്ടന്റ്, അങ്ങനെ റൂൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കണ്ടന്റ് പേജ് വളരെ നന്നായിട്ട് നിങ്ങൾ ഒരു നിരവധി തവണ വായിക്കുക. അപ്പോൾ കണ്ടന്റ് എവിടെയാണെന്ന് വളരെ വ്യക്തമാകും. ഇത് കൂടാതെ നമുക്ക് ഇൻഡെക്സ് പേജ് ഉണ്ട്. ആ ഇൻഡെക്സ് പേജ് ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആൽഫാബറ്റിക്കലാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഒരു കണ്ടന്റ് ആ ആൽഫാബറ്റിക്കൽ തിരഞ്ഞ് നമുക്ക് ഇൻഡെക്സ് പേജിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ മുഴുവനും കേട്ടതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങളും, കണ്ടന്റ് പേജും ഇൻഡെക്സ് പേജും, ഒരു 10 തവണയെങ്കിലും വായിക്കണം. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളും ഈ കണ്ടന്റുമായിട്ട് ഒരു ചങ്ങാത്തത്തിലാവും. അപ്പം നമുക്ക് എവിടെയാണ് ഇത് ഓരോ കണ്ടന്റും നിൽക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഇതും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ പരീക്ഷയെ സമീപിക്കാൻ. ഓക്കെ, ഞാനത് പ്രാഥമികമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക്, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റി, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റി എന്നറിയപ്പെടുന്ന തത്വങ്ങൾ ഏവ എന്നാണ് ചോദ്യം. അപ്പൊ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റി എന്ന് പറയുന്നത്, അതിന് ശരിക്കും അത് അർത്ഥം എന്താന്ന് വെച്ചാൽ സാമ്പത്തിക അധികാരത്തിന്റെ മാനദണ്ഡങ്ങൾ എന്നാണ്. സാമ്പത്തിക അധികാരത്തിന്റെ മാനദണ്ഡങ്ങൾ എന്നറിയപ്പെടുന്ന തത്വങ്ങൾ ഏവ. അതിന്റെ ആൻസർ സിമ്പിളാണ്, നമ്മൾ പഠിച്ചതാണ്. ഒന്ന്, ചെലവ് ആവശ്യത്തിലധികമാകരുത്. രണ്ട്, പൊതുപണം വ്യക്തിപരമായ നേട്ടത്തിനായി ഉപയോഗിക്കരുത്. ഇത് രണ്ടാണ് പ്രധാനമായിട്ട് ഉള്ളത്. ചെലവ് ആവശ്യത്തിന് അധികമാവരുത്, പിന്നെ പൊതുപണം വ്യക്തിപരമായ നേട്ടത്തിനായി ഉപയോഗിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചോണം. എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ശരിക്കും ബേസിക് ഒരു പിന്നെ തത്വം എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റിയുടെ, സാമ്പത്തിക അധികാരത്തിന്റെ മാനദണ്ഡങ്ങളുടെ ഒരു അടിസ്ഥാന തത്വം ഇത് രണ്ടുമാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത സാമ്പത്തിക തത്വം ഏതാണ്? ഇപ്പൊ ശരിയായതും ശരിയല്ലാത്തതും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് ശരിയല്ലാത്ത തത്വം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസറുകളിൽ ഇതൊക്കെയുണ്ട്. മണി പെയ്ഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഔട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇന്നവിറ്റബിൾ പേയ്മെന്റ്സ് ഷുഡ് നോട്ട് ബി പോസ്റ്റ്പോൺഡ്. ഓൾ അപ്രോപ്രിയേഷൻസ് ഡു നോട്ട് ലാപ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ദ സ്റ്റാൻഡേർഡ് സാങ്ഷൻഡ് എമൗണ്ട് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഫിഗർ ആൻഡ് വേർഡ്സ്. ഇതില്
ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പറയുന്ന ആൻസർ പറയുന്നതിനനുസരിച്ച് ഓൾ അപ്രോപ്രിയേഷൻസ് ഡു നോട്ട് ലാപ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് സാമ്പത്തിക വർഷാവസാനം, അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ബജറ്റ് വിഹിതമാണല്ലോ ശരിക്കും. അപ്പോൾ സാമ്പത്തിക വർഷാവസാനം എല്ലാ അപ്രോപ്രിയേഷനുകളും കാരണഹരണപ്പെടും അഥവാ ലാപ്സ് ആകും എന്നത് തെറ്റാണ്. എല്ലാ അപ്രോപ്രിയേഷനുകളും എന്തില്ല, സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ലാപ്സ് ആവില്ല എന്നതാണ്, ലാപ്സ് ആകും എന്നാണ് തെറ്റായ പ്രസ്താവന. ഇനി അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, എല്ലാ സർക്കാർ ജീവനക്കാരുടെയും കടമ എന്താണ്? അതിന്റെ ആൻസർ ടു ഫോളോ ഓൾ ദി സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് എന്നാണ്. അത് പിന്നെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസിൽ പറയുന്നത് സത്യസന്ധത പാലിക്കുക, പൊതുപണത്തിന് കൃത്യമായ മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, പാഴ്ചെലവ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് കടമകളായിട്ട് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, എല്ലാ സർക്കാർ ജീവനക്കാരുടെയും കടമ എന്താണെന്നാണ് ചോദ്യം. അത് പ്രധാനപ്പെട്ട കടമകൾ ഇതൊക്കെയാണ്: സത്യസന്ധത പാലിക്കുക, പൊതുപണത്തിന് കൃത്യമായ മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, പാഴ്ചെലവ് ഒഴിവാക്കുക. അടുത്ത ചോദ്യം, ഒരു അപ്രോപ്രിയേഷൻ എപ്പോഴാണ് ലാപ്സ് ആകുന്നത്? ഒരു സാധാരണഗതിയിലുള്ള കേസാണ് ഇത് ഞാൻ പറയുന്നത്. ഒറ്റ വാക്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ അല്ലാത്ത കേസ് ഉണ്ട് എന്ന് മുകളിൽ പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു അപ്രോപ്രിയേഷൻ എപ്പോഴാണ് ലാപ്സ് ആകുന്നത്? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് ഒരു അപ്രോപ്രിയേഷൻ ലാപ്സ് ആകുന്നത്. അടുത്ത ചോദ്യം, കേരള ഫിനാൻഷ്യൽ കോഡിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കേരള ഫിനാൻഷ്യൽ കോഡിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതായത് സാമ്പത്തിക അധികാരത്തിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, KFCയിലെ ആർട്ടിക്കിൾ ഏതാണ്? അതിന്റെ ആൻസർ ആർട്ടിക്കിൾ 40B ആണ്. ആർട്ടിക്കിൾ 40B എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആർട്ടിക്കിൾ 40B. അടുത്ത ചോദ്യം, ചെലവുമായി ബന്ധപ്പെട്ട പ്രധാന സാമ്പത്തിക തത്വങ്ങൾ, ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ്, കേരള ഫിനാൻഷ്യൽ കോഡിലെ ഏത് ആർട്ടിക്കിളിലാണ് വിശദീകരിക്കുന്നത്? ചെലവുമായി ബന്ധപ്പെട്ട പ്രധാന സാമ്പത്തിക തത്വങ്ങൾ, ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ്, കേരള KFCയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിശദീകരിക്കുന്നത്? ആൻസർ ആർട്ടിക്കിൾ 40C-യിലാണ്. അടുത്ത ചോദ്യം, ഒരു എക്സ്പെൻഡിച്ചർ പ്രഥമ ദൃഷ്ട്യാ സന്ദർഭം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലാവരുത് എന്നത് എന്തിൻ്റെ ഭാഗമാണ്? അതായത് ഒരു എക്സ്പെൻഡിച്ചർ, ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു ചെലവ്, ആ ചെലവ് പ്രഥമ ദൃഷ്ട്യാ അതിനൊരു ആവശ്യവും സന്ദർഭമൊക്കെ ഉണ്ടാവും, ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലാകരുത് എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അത് എന്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിളിൽ വരുന്നതാണ് ഈ കാര്യം. ചെലവ് പ്രഥമ ദൃഷ്ട്യാ സന്ദർഭം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലാകരുത് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, KFC ആർട്ടിക്കിൾ 40 പ്രകാരം സാമ്പത്തിക വർഷാവസാനം ലാപ്സ് ആകുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ ചോദ്യം തിരിച്ചു ചോദിച്ചിരിക്കുന്നു. KFC ആർട്ടിക്കിൾ 40 പ്രകാരം സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ലാപ്സ് ആകുന്നത് എന്താണെന്ന് നമുക്കറിയാം. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ലാപ്സ് ആകുന്നത് സാധാരണഗതിയിൽ എന്താണ്? അപ്രോപ്രിയേഷൻസ് ആണ്. ആൻസർ അപ്രോപ്രിയേഷൻസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത തുക ചെലവഴിക്കാൻ അനുമതി നൽകുമ്പോൾ ആ തുക എങ്ങനെ രേഖപ്പെടുത്തണം?
അത് ഒരു തുക നമ്മൾ സാങ്ഷൻ ആക്കുക എന്ന് പറയുന്നതാണ് ഈ അനുമതി നൽകുക എന്ന് പറയുന്നത്. ആ സാങ്ഷൻ ആക്കി ആക്കുമ്പോൾ ആ തുക എങ്ങനെയാണ് ഈ സാങ്ഷൻ ഓർഡറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അത് നമ്മൾ ഇൻ ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്, അക്കത്തിലും അക്ഷരത്തിലും എമൗണ്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഈ സാങ്ഷൻ ആക്കി കൊടുക്കുന്ന എമൗണ്ട്, ആ എമൗണ്ട് അക്കത്തിലും എഴുതണം, അത് ബ്രാക്കറ്റ് ഇട്ട അക്ഷരത്തിലും എഴുതേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, സർക്കാർ വാടകയ്ക്കെടുത്ത സ്വകാര്യ കെട്ടിടങ്ങളുടെ തീപിടുത്തത്തിനെതിരെയുള്ള ഇൻഷുറൻസ്, അങ്ങനെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഫയർ. അപ്പോ ആ പ്രീമിയം ആരാ അടയ്ക്കേണ്ടത്? ഇപ്പോ ഒരു കെട്ടിടത്തിന് തീപിടുത്തത്തിനെതിരെയുള്ള ഇൻഷുറൻസ് ഉണ്ടാവും. അത് സർക്കാർ വാടകയ്ക്കെടുത്ത സ്വകാര്യ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അതിനുള്ള ഇൻഷുറൻസ് പ്രീമിയം ആരാണ് അടയ്ക്കേണ്ടത്? അത് നമ്മൾ നികുതിയുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ, ബിൽഡിംഗ് ടാക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അതിന്റെ ആ കെട്ടിടത്തിന്റെ ഓണറാണ് അടയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ അഥവാ ഓണറാണ് അത്തരത്തിലുള്ള ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, ചെലവുകൾക്ക് അനുമതി നൽകുന്ന അധികാരി അഥവാ സാങ്ഷനിങ് അതോറിറ്റി ഓരോ അനുമതി ഉത്തരവിന്റെയും കോപ്പി അഥവാ സാങ്ഷൻ ഓർഡറിന്റെ കോപ്പി ആർക്കാണ് നൽകേണ്ടത്? അതായത് എക്സ്പെൻഡിച്ചറിന് അനുമതി നൽകുന്ന സാങ്ഷനിങ് അതോറിറ്റി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിന് അനുമതി നൽകുന്ന അധികാരി ഓരോ സാങ്ഷൻ ഓർഡറിന്റെയും കോപ്പി ആർക്കാണ് നൽകേണ്ടത്? ആ കോപ്പി നൽകേണ്ടത്, സാങ്ഷനിങ് അതോറിറ്റി നൽകേണ്ടത് AGക്കാണ്, അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക അനുമതികളോ ഉത്തരവുകളോ ഓഡിറ്റിന് കൈമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് അനുമതി നൽകുന്ന സാങ്ഷനിങ് അതോറിറ്റി അല്ലെങ്കിൽ അതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ മഷി ഉപയോഗിച്ചിട്ട് ഒപ്പിട്ടിരിക്കണം. മഷി ഉപയോഗിച്ച് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള കേസുകൾ ഒപ്പിടണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്നാൽ പോലും ഡിജിറ്റൽ സിഗ്നേച്ചറിലേക്കൊക്കെ കാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ പറയുന്നതൊക്കെ തന്നെ KFCയിലെ ബേസിക് റൂൾസുകളാണ്. ഈ റൂൾസിന് ഒക്കെ അപ്ഡേഷൻ വരാം, ഓരോ കാലഘട്ടങ്ങളിലും അതിന് മാറ്റം വരാം. ഇപ്പോൾ നമ്മൾ ബില്ലുകൾ സമർപ്പിക്കുന്ന, ട്രഷറിയിൽ ബില്ല് സമർപ്പിക്കുന്ന രീതിയൊക്കെ എത്രയോ മാറിപ്പോയി. ഇപ്പോൾ ഓൺലൈൻ സബ്മിഷനൊക്കെ ആയി. അപ്പോൾ ആദ്യം നമ്മൾ പേപ്പറിൽ നേരിട്ട് കൊടുത്ത് ടോക്കൺ വാങ്ങി ആ രീതിയൊക്കെ മാറി. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ്, മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ മാറ്റങ്ങൾ പിന്നീട് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെലവുകൾക്ക് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ചെയ്യുന്ന അതിന്റെ ഉത്തരവിന്റെ കോപ്പികൾ അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കാൻ ഉത്തരവാദപ്പെട്ട ആർക്കാ അതിന്റെ ഉത്തരവാദിത്വം? നിർബന്ധമായിട്ടും ചെലവ് എക്സ്പെൻഡിച്ചർ ഓർഡറുകൾ അക്കൗണ്ടന്റ് ജനറലിന് കോപ്പി അയക്കണം. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഉത്തരവാദിത്വം ആൻസർ, അത് അനുമതി നൽകുന്ന അധികാരിക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. ദ അതോറിറ്റി വിച്ച് അക്കോർഡ് സാങ്ഷൻ നൽകുന്ന അതോറിറ്റിക്ക് തന്നെയാണ് ഇതിന്റെ കോപ്പി അക്കൗണ്ടന്റ് ജനറലിൽ അയക്കാനുള്ള ഉത്തരവാദിത്വവും. അടുത്ത ചോദ്യം, ഉദ്യോഗസ്ഥരുടെ GPF അക്കൗണ്ടുകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? വിച്ച് കണ്ടെയ്ൻസ് ദ റൂൾസ് റിഗാർഡിംഗ് ദ GPF അക്കൗണ്ട് ഓഫ് ഗവൺമെന്റ് സർവൻസ്. അത് നമുക്ക് അറിയാം, ഒരു GPF റൂൾസ് ഉണ്ട് നമുക്ക് കേരളത്തിന്. അത് ആൻസർ GPF കേരള റൂൾസ് ആണ് ശരിക്കും. ആ റൂൾസുകൾ വെച്ചിട്ടാണ് പിന്നെ
നമ്മളുടെ ഉദ്യോഗസ്ഥരുടെ ജനറൽ പ്രോവിഡന്റ് ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമപ്രകാരം പരസ്യപ്പെടുത്തേണ്ടതില്ലാത്ത സർക്കാർ നിർമ്മിക്കുന്ന ചട്ടങ്ങൾ ഏതു തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? അതായത് നിയമപ്രകാരം പരസ്യപ്പെടുത്തേണ്ടതില്ലാത്ത സർക്കാർ നിർമ്മിക്കുന്ന ചട്ടങ്ങൾ ഏത് തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? അതിന്റെ ആൻസർ ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ കൺവേയിങ് ദ സാങ്ഷൻ. അതായത് അനുമതി അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അനുമതിയുടെ പ്രാബല്യ തീയതി എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് സാങ്ഷൻ ആണ്. അതായത് ഇതിന്റെ വേറൊരു അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാല് ഇപ്പൊ നിയമപ്രകാരം പരസ്യപ്പെടുത്തേണ്ടതില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം നമുക്ക് പറയാം, ഗസറ്റിലോ മറ്റോ പ്രസിദ്ധീകരിക്കേണ്ടതില്ലാത്ത സർക്കാർ ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ സാധാരണഗതിയിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ ആ ഡേറ്റ് മുതലാണ്. അല്ലാത്ത ഗസറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടാത്ത ഉത്തരവുകൾ ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന തീയതി മുതലായിരിക്കും അതിന്റെ പ്രാബല്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ടൂർ ചാർജുകളിൽ ഉൾപ്പെടുന്നത് ഏവ? ടൂർ ചാർജ്. അപ്പൊ ടൂർ ചാർജിൽ ഉൾപ്പെടുന്നത് ഏവാന്ന് ചോദിച്ചാല് നമുക്കതിൽ പാക്കിംഗ് ചാർജ് ഉണ്ട്, റെക്കോർഡുകളുണ്ട്, അത് റെക്കോർഡുകൾ കൊണ്ടുപോകുന്നതിനുള്ള ചെലവുണ്ട്, പെറ്റി കാരിയേജ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും ടൂർ ചാർജിൽ വരുന്നതാണ്. അപ്പൊ ടൂർ ചാർജിൽ വരുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പാക്കിംഗ് ചാർജുകളുണ്ട്, റെക്കോർഡുകൾ കൊണ്ടുപോകുന്നതിനുള്ള ചെലവുണ്ട്, പെറ്റി കാരിയേജ് ഉണ്ട്. അപ്പൊ ഈ മൂന്നും ടൂർ ചാർജുകളിൽ പെടുന്നവയാണ്. ഇനി അടുത്ത ചോദ്യം, ഒരു സാങ്ഷന്റെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് 12 മാസമാണ്. 12 മാസത്തിനുള്ളിൽ ഭാഗികമായി പണം നൽകിയിട്ടുണ്ടെങ്കിൽ ബാക്കി തുക നൽകുന്നതിന് പുതിയ അനുമതി ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. അതായത് ഒരു സാങ്ഷൻ അഥവാ ഒരു അനുമതി, അതിന്റെ സാധാരണ കാലാവധി 12 മാസമാണ്. ഈ 12 മാസത്തിനിടയ്ക്ക് കുറച്ച് പൈസ കൊടുത്തു, ആ കൊടുത്ത പൈസയുടെ ബാക്കി പണത്തിന് അനുമതി ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. അനുമതി ആവശ്യമില്ല, മറ്റൊരു അനുമതിയുടെ ആവശ്യം ഇല്ല എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത വർഷത്തിലെ സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ നിന്ന് മാത്രമേ ചെലവ് ചെയ്യാവൂ എന്ന് ഒരു സാങ്ഷനിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷം ചെലവ് നടന്നില്ലെങ്കിൽ ആ സാങ്ഷൻ എപ്പോൾ ലാപ്സ് ആകും, അസാധുവാകും? നമുക്കറിയാം, ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. നിശ്ചിത വർഷത്തിലെ ബജറ്റിൽ നിന്ന് മാത്രമേ ചെലവ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ 2024-25 ബജറ്റിലെ ചെലവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബജറ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ അത് ലാപ്സായി. അപ്പൊ എപ്പോഴാണ് അത്? ആ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം ലാപ്സാകും. അതായത് മാർച്ച് 31 ലാപ്സാവും. ഇനി അടുത്ത ചോദ്യം, KFC വോളിയം 1 ഏത് ആർട്ടിക്കിളിലാണ് കരാറുകൾ പാലിക്കേണ്ട പൊതുവായ തത്വങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്? കരാറുകൾ പാലിക്കേണ്ട പൊതു തത്വങ്ങൾ. അതിന്റെ ആൻസർ 102 ആർട്ടിക്കിൾ 102 അത് വിവരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, അസാധാരണമായ വ്യവസ്ഥകളുള്ളതോ അനിശ്ചിതമായ ബാധ്യതകളുള്ളതോ ആയ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്? ഹൂസ് പ്രയർ സാങ്ഷൻ ഈസ് റിക്വയർഡ് ടു സെറ്റിൽ എ കോൺട്രാക്ട് കണ്ടെയ്നിങ്
unusual conditions or involving uncertain or indefinite liability. അതാണ് ചോദ്യം. അതായത് അസാധാരണമായിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളതോ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ബാധ്യതകളുള്ളതോ ആയ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്? എന്തായാലും മുൻകൂർ അനുമതി ആവശ്യമാണ്, അതിൽ തർക്കമില്ല. അത് ആരുടെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഗവൺമെന്റിന്റെ അനുമതി, മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാണ് ആൻസർ. ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ടൈം കൂട്ടാത്തതുകൊണ്ട് ഇതിൽ തീരില്ല. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലേക്ക് മാറ്റാം. നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും കേട്ടപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദയവായി ഈ ക്ലാസ്സുകൾ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം.